മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുകയും ഈശോയുടെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 15-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുകയാണ്. ഒരുവന്റെ വായിലേക്ക് പ്രവേശിക്കുന്നതല്ല, വായിൽ നിന്ന് വരുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ നാവിൽ നിന്ന് എന്താ പുറപ്പെടുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഒന്നും നമ്മളെ അശുദ്ധരാക്കുന്നില്ല. ഉപരിയായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് നമ്മളെ അശുദ്ധരാക്കുന്നത്. നമ്മുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എന്താ? നല്ലതായിട്ടുള്ള കാര്യങ്ങളാണോ? അത് അശുദ്ധമായതും ശാപത്തിൻ്റെതും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ദുരിതങ്ങൾ വഹിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണോ നമ്മുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. നാവിനെ വിശുദ്ധീകരിക്കണം. നാവ് തീയ, അത് മറ്റുള്ളവരെ കത്തിക്കും. അതുകൊണ്ട് നമ്മുടെ നാവിനെ നമ്മൾ പരിശോധിച്ച് നല്ലത് മാത്രം നാവിൽ നിന്ന് പുറത്തേക്ക് വരട്ടെ. അപ്പോൾ ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തും. കരങ്ങളെ യാചനയോടെ പിടിച്ച് ജീവിതത്തെ പരിപൂർണമായിട്ട് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതത്തിലേക്ക് അങ്ങ് കൃപകൾ നിറയ്ക്കണമേ, അഭിഷേകം നിറയ്ക്കണമേ. ഇവരുടെ ജീവിതത്തിന്റെ വഴിയിൽ നിന്ന് എല്ലാ തടസ്സങ്ങളും ബന്ധനങ്ങളും കെട്ടുകളും ദുരാത്മശക്തികളും ഉപദ്രവങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. എല്ലാ അന്ധകാര ശക്തികളും വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.